ശ്യാംരാജെ, ഒരു മറുപടി. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, ഈ നമ്മുടെ പോയിന്റിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്തറിയോ? ഒന്ന്, ഇവരുടേതായിട്ടുള്ളൊരു ലോകത്തിരിക്കും. എന്നിട്ട് ചിലപ്പോൾ അത് നമ്മുടെ പഴയ കഥകളിലൊക്കെ പറഞ്ഞവരുള്ള കിണറുകളാകാം, പൊട്ടക്കുളങ്ങളാവാം. അവിടെ ഇരുന്നിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ പുറത്തോട്ട് ചാടിയിട്ട് ഏതെങ്കിലും ഒരു ജീവിയെ കണ്ടിട്ട് ഇവരിങ്ങനെ പറയും, ഞാൻ പുറത്തൊരു ജീവിയെ കണ്ടു, ഞാൻ കണ്ടത് മാത്രമാണ് ശരി, എൻ്റെ വാക്കുകൾ മാത്രമാണ് ശരി എന്നുള്ള ഒരു രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. നോക്കൂ, ഞാൻ ശ്രീ ഹസ്കറിനേക്കാളൊക്കെ വളരെ പ്രായം കുറഞ്ഞ ആളാണ്. പക്ഷേ ഞാൻ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സംസ്ഥാനങ്ങളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞവരാണ്. നോക്കൂ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണെന്നേ കേരളം. അത് കഴിഞ്ഞ 9 വർഷത്തിനകത്ത് മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രി ആയതിനു ശേഷം വന്നതല്ല. ഇവിടെ പ്രശ്നം എന്താ? ഞാനൊരു ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഇടുക്കി ജില്ലയിൽ വളരെ മനോഹരമായിട്ടുള്ള, ആ ജില്ല തന്നെ മനോഹരമാണ്, ധാരാളം ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. നിങ്ങളൊന്ന് മൂന്നാറൊന്ന് പോയി നോക്കി. സീസൺ നവംബർ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ നിങ്ങൾ മൂന്നാറിലോട്ടൊന്ന് പോയി നോക്കി. അങ്ങോട്ട് എത്തപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇടുങ്ങിയ വഴികളും അതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പോലും പറ്റത്തില്ല. എത്രയോ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കോട്ടപ്പാറ മല, മീനുടിയാൻ പാറ മല എന്നൊക്കെ പറഞ്ഞിട്ട് അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കൊട്ടി അടച്ചിട്ടേക്കുകയാണ്. അതായത് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഭംഗിയിൽ ഊറ്റം കൊള്ളുന്നതല്ലാതെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഈ മുഹമ്മദ് റിയാസ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ടൂറിസം എവിടെയാണ്? ആലപ്പുഴയിലെ ടൂറിസം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത്. ഈ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് തൊട്ടേ 1ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കോവളം ബീച്ച്, ഫോർട്ട് കൊച്ചി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ 9 വർഷം ഭരിച്ചത് കൊണ്ട് മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നൊരു ഡെവലപ്മെന്റ് പറ. ആകപ്പാടെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് NH കൺസ്ട്രക്ഷന്റെ സമയത്ത് ഏതെങ്കിലുമൊക്കെ റീലിടും. ഈ റീലിടുന്നതിനപ്പുറം നമ്മുടെ ടൂറിസം മേഖലയെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ റീൽസ് മന്ത്രി ആവുകയല്ലാതെ മുഹമ്മദ് റീലാസ് എന്നൊക്കെ ചില ആൾക്കാർ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റീലിടുന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. കേരളത്തിന്റെ ടൂറിസത്തെ കുറിച്ചിട്ടോ കേരളത്തിന്റെ മനോഹാരിതയെ കുറിച്ചിട്ടോ ഇവർക്കൊരു ബോധവുമില്ല. എന്നിട്ട് വെറുതെ ഇരുന്ന് പറയാണ് കടമക്കുടിയൊക്കെ എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ? കടമക്കുടി മാത്രമൊന്നുമല്ല, നിങ്ങൾ കൊച്ചിയിലോട്ട് പോകാം, ഞാൻ കാണിച്ചു തരാം. ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, മനോഹരം, മംഗളവനം അടക്കമുള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അതൊക്കെ വെറുതെ ഇങ്ങനെ ഈ റിയാസിന്റെ പോക്കറ്റിലേക്ക് നിങ്ങൾ ഇടരുത്. അതൊക്കെ ഇതിന് മുമ്പും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഫോർട്ട് കൊച്ചിയിലടക്കം, മറൈൻ ഡ്രൈവിലടക്കം ഇനിയും ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സാധ്യതകളും, വയനാടടക്കം യാതൊരു സാധ്യതകളും ഈ മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമതും നോക്കൂ, ഈ ചർച്ചയിൽ എൻ്റെ ശ്രീ ഹസ്കറിൻ്റെയും ഒക്കെ 2 ടേൺ കഴിഞ്ഞു. ഈ അദ്ദേഹം മനഃപൂർവ്വം നമ്മൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന എങ്ങനെയാണ്? ജ്യോതി മൽഹോത്ര വന്നത് ഞങ്ങൾ എങ്ങനെ അറിയാൻ വേണ്ടി സാധിക്കും? അവർ ചാരവനിതയാണെന്ന് എങ്ങനെ അറിയാൻ വേണ്ടി സാധിക്കും? എൻ്റെ പൊന്നു ചേട്ടാ, വിഷയം അതല്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവർ വന്നപ്പോൾ നിങ്ങൾ 6ാം ഇന്ദ്രിയം കൊണ്ട് തിരിച്ചറിയണമെന്നൊന്നുമല്ല. ഇവർ ചാരവനിതയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം, ഞാൻ ഉത്തരം പറയട്ടെ, ചാരവനിതയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം സെൻട്രൽ IB NIA ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവർ ഇവിടെ വന്നിരുന്നു എന്നുള്ളത് വിവരം എന്തുകൊണ്ട് മറച്ചു വെച്ചു? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അതിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? നേരിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് NIA അറസ്റ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾ ഈ വിവരം മറച്ചു വെച്ചു? ഉത്തരവുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഇത്ര വലിയ അറസ്റ്റ് നടന്നിട്ടും ഇത്ര വലിയ ബഹളങ്ങൾ നടന്നതിന് ശേഷം പറയൂ. മറുപടി. ഓക്കെ, ഇത്ര വലിയ ബഹളങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു വ്യക്തത ഇന്നും വരുത്താൻ വേണ്ടി പറ്റാത്തത് എന്താണ്? ഇപ്പോഴും വരുത്താൻ വേണ്ടി പറ്റാത്തത് എന്താണ്? അവരെ ആരാണ് കൊണ്ടുവന്നത്? ആരാണ് സ്പോൺസർ ചെയ്തത്? എവിടെയാണ് താമസിച്ചത്? ഇതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത ഇന്നും വരുത്താൻ പറ്റാത്തത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് റിയാസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ തപ്പിക്കളിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? ഇതിനുത്തരവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വീണ്ടും പറയും, ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നതിന് ശേഷം, അവരെ NIA അറസ്റ്റ് ചെയ്തതിന് ശേഷം പറഞ്ഞോ. ജ്യോതി മൽഹോത്രയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ എവിടൊക്കെ പോയിട്ടുണ്ട്, എവിടൊക്കെ അവർ ചെന്നിട്ടുണ്ട്, എന്തൊക്കെ റീലുകൾ അവർ ചെയ്തിട്ടുണ്ട്, സെൽഫ് സ്പീക്കിംഗ് ആണ്. നിങ്ങൾ ഈ പറയുന്നത് മുഹമ്മദ് റിയാസിന്റെ ബുദ്ധിശൂന്യ, നിങ്ങൾ പറയുന്നത് ഓക്കെ, മനസ്സിലായി. ഓക്കെ, മുഹമ്മദ് റിയാസേ, നിങ്ങൾ ഈ പറയുന്നത് കേരളത്തിലെ പോലീസിന്റെ പണിയാണെന്ന്, കേരളത്തിലെ സർക്കാരിന്റെ പണിയാണെന്ന്, മുഹമ്മദ് റിയാസിന്റെ ഭാര്യ പിതാവ് പിണറായി വിജയന്റെ പണിയാണെന്ന്. മുഹമ്മദ് റിയാസിന്റെ ഭാര്യ പിതാവ് പിണറായി വിജയന്റെ പണിയാണ്. കേരളത്തിലെ പോലീസിന്റെ പണിയാണെന്ന്.
മനസ്സിലായില്ല? കേരളത്തിൽ നിങ്ങളുടെ പിന്നെ കേന്ദ്രത്തിന്റെ സർക്കാർ പോലീസ് എവിടെ പോയിരുന്നു നിങ്ങൾ സാർ? പറയുന്നതിലെ വിഡ്ഢിത്തം സാർ നിങ്ങൾക്ക് കേന്ദ്രത്തിന്റെ മനസ്സിലാവുന്നു. പോലീസ് എവിടെയായിരുന്നു സാർ? അവർ മെയ് 25 അവർ വരെ വന്നു എവിടെയായിരുന്നു? പോയതിന്റെ ഇൻഫർമേഷൻ അവരുടെ സോഷ്യൽ കേന്ദ്രമാണെന്ന് അവരെ അറസ്റ്റ് ചെയ്തത്. അവരെ അറസ്റ്റ് ചെയ്തത് ആരാണ്? അനുമതി കൊടുത്തത് അവരെ അറസ്റ്റ് ചെയ്തത് ആരാണ്? അതെ, എന്നെ അറസ്റ്റ് ചെയ്തത് കേരള പോലീസ് അല്ലല്ലോ. ഈ രാജ്മോഹൻ സാർ ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? അവർ NIA-യുടെ റഡാറിൽ തന്നെ ആയിരുന്നു. അവർ NIA-യുടെ റഡാറിൽ തന്നെ ആയിരുന്നു. NIA അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ നിശബ്ദരായി? നിങ്ങൾ പറയുന്നതിൽ വിഡ്ഢിതം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതായത് അവരെവിടെ പോയി, അവരെങ്ങനെ പോയി എന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കാനാണെങ്കിൽ എന്തിനാണ് കേരള പോലീസ്, എന്തിനാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി? പിണറായി വിജയന്റെ പണി അവർ പോയ വിവരങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്ന് ശേഖരിക്കണം എന്ന് പറയണമെങ്കിൽ ഈ രാജിവെച്ച് പോയി പണി നോക്കട്ടെ പിണറായി വിജയൻ. അതിലും ഒരു കല്ലിവിടെ എടുത്തു വെക്കട്ടെ, എന്നിട്ട് കല്ലിനോട് ഭരിക്കാൻ വേണ്ടി പറയട്ടെ, ഇതിലും വെച്ചുണ്ടാവും. ഇങ്ങനെയാണ് ഒരു ഉത്തരം പറയേണ്ടത്. ജനസാറേ, ഇത് ചെയ്യേണ്ടത് പിണറായി വിജയന്റെ പോലീസാണെന്ന്, ഇവിടുത്തെ ഇന്റലിജൻസ് ആണെന്ന്. അത് പറഞ്ഞു കൊടുത്തില്ല, ആ ഇൻഫർമേഷൻ കൊടുത്തില്ല എന്നുള്ളതാണ് തെറ്റെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അത് മാത്രമല്ല, ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പുലർത്തുന്ന ഈ ദുരൂഹമായ മൗനം എന്തിന് മൗനം? നിങ്ങൾ തുറന്നു പറയൂ ഇനിയെങ്കിലും. അവിടെ അതാണ് ചോദ്യം. മൗനവും അദ്ദേഹത്തിന് തനതായിട്ടുള്ള ഒരു പുച്ഛവും. അത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് രണ്ട് കാരണമുണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ചിരിച്ചു തള്ളുന്നത്? ഒരു മന്ത്രിയല്ലേ? കേരളത്തിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നമുണ്ടെന്നേ. അവരിവിടെ എന്തിനു വന്നു? ഞങ്ങൾക്കല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നമുണ്ടെന്നേ. അവരെന്തിനു വന്നു? അവരെ ആര് കൊണ്ടുവന്നു? അവരെ ആര് സ്പോൺസർ ചെയ്തു? അവരിവിടെ നിന്ന് എങ്ങോട്ട് പോയി? ഇതൊക്കെ അറിയണ്ടേ? എങ്കിൽ ഒരു പ്രസ്താവന ഇതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ വയ്ക്കും എന്ന് പറഞ്ഞാൽ തീരും. എന്തേ പറയാൻ വേണ്ടി പറ്റാത്തത്? ഈ പുച്ഛിച്ച് തള്ളുന്നതിന് പകരം, ഈ ചിരിച്ചു തള്ളുന്നതിന് പകരം, ഇവിടെ സ്റ്റേജിൽ ഇരിക്കാത്തതിന് വരെ പരിഭവം പറഞ്ഞ മന്ത്രിയാണ് റിയാസ് എന്ന് ഓർക്കണം. ആ റിയാസിന് ഒരു കാര്യം പറഞ്ഞുകൂടെ? ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൂടെ? ഞങ്ങളെ കേരള സർക്കാർ അന്വേഷിക്കും, എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കും, ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? വിവരാവകാശ നിയമപ്രകാരം ചർച്ചയിലുടനീളം പറഞ്ഞത് മുഹമ്മദ് റിയാസിനെ ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട വിവരങ്ങളല്ലല്ലോ ഇത്. ഉത്തരം എന്താണെന്നറിയോ? അതാണ്. അല്ല, ഇനി ഇടതുപക്ഷവും ശ്രീ അസ്കറും പറയാൻ പോകുന്ന അതിനകത്ത് ന്യായീകരണം എന്താണെന്നറിയോ? ഇനി ജനങ്ങൾക്ക് വിവരം കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ പണിയൊന്നുമല്ല, വിവരാവകാശ നിയമം ഉണ്ടല്ലോ. അദ്ദേഹം അടുത്തിട്ടാണ് പറയാൻ പോകുന്നത്. ഇതായിരിക്കും പറയാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച്, ഇങ്ങനെ സ്വന്തം ഉത്തരവാദിത്വം നിങ്ങൾ ഒളിച്ചോടുന്നതിന് പകരം ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ജനങ്ങൾക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാകും, ജനങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഇവരെന്ന് മനസ്സിലാകുന്നു. അന്ന് ഈ നാടിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി.